അധ്യയന വർഷം സ്കൂളിൽ വരാതെ ഓൺലൈനായി വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഒരു പൊതുപരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ മാനസിക സംഘർഷമില്ലാതെ പരീക്ഷ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനുള്ള അടിസ്ഥാനമാക്കി നമ്മളിവിടെ ചർച്ച നടത്തുകയാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് സുഗമമായി പരീക്ഷ എഴുതാം? അപ്പോൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് നമ്മൾ ഈ പൊതുപരീക്ഷയ്ക്ക് എത്തുന്നത്. ചോദ്യത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ, ചോദ്യങ്ങളുടെ എണ്ണത്തിൽ മാറ്റങ്ങൾ, നിങ്ങൾക്ക് അധികമായിട്ട് ചോയ്സ് നൽകിക്കൊണ്ട് അധികമായിട്ട് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഈ പൊതുപരീക്ഷ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. എല്ലാവിധ സഹായങ്ങളും അധ്യാപകരുടെ ഭാഗത്തു നിന്നായാലും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാം നിങ്ങൾക്കുണ്ടാകും. യാതൊരു പേടിയും കൂടാതെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന ചില ടിപ്സുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ സാർ, അപ്പോൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ വർഷം ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചോദ്യപേപ്പറിൽ എന്തൊക്കെ ഘടനാപരമായ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോഴേ വൊക്കേഷണൽ സെക്കൻഡറിയുടെ പബ്ലിക് എക്സാമിനേഷന് മോഡുലാർ ഫോമാറ്റിൽ നമ്മൾ 2 മോഡ്യൂളുകളിലായി. അപ്പോൾ ഈ വർഷത്തെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 3ഉം 4ഉം മോഡ്യൂളുകളിലായി 80 മാർക്കിനാണ് സാധാരണഗതിയിൽ പരീക്ഷ ചോദ്യപേപ്പർ സജ്ജീകരിക്കുന്നത്. അത് ഇപ്രാവശ്യം വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ 2 മോഡ്യൂളും ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് 18 മാർക്ക് വീതമുള്ള 2 മോഡ്യൂളുകളുള്ള ചോദ്യങ്ങൾ 36 ചോദ്യത്തിൽ നിന്നും 45 ചോദ്യമായിട്ട് ചോദ്യത്തിൻ്റെ എണ്ണം അഥവാ ചോയ്സുകളുടെ എണ്ണവും ആനുപാതികമായി കൂടിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം കൂടുന്നതോടൊപ്പം ആകെ മാർക്ക് ലഭ്യമാകുന്ന പരമാവധി മാർക്ക് 80-ൽ നിന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ചോയ്സ് എന്ന് പറയുന്നത് 36 ചോദ്യത്തിൽ നിന്നും 46ആയിട്ട് മാറുകയും ആകെ മാർക്ക് 80-ൽ നിന്നും 160ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ 160ആയിട്ട് മാറിയ മാർക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൽ 120ഓളം മാർക്ക്, ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും 120 മാർക്കിനോളം നിങ്ങൾക്ക് മുൻകൂട്ടി നൽകിയിട്ടുള്ള ഫോക്കസ് ഏരിയയിൽ നിന്നും 40 അല്ലെങ്കിൽ അതിൽ കുറവോ അല്ലെങ്കിൽ അതിലധികമോ ആയിട്ടുള്ള ചെറിയ വേരിയേഷനിൽ 40ഓളം മാർക്ക് നോൺ ഫോക്കസ് ഏരിയ അഥവാ ഫോക്കസ് ഏരിയയിൽ നിന്നും പുറത്തു നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ചോദ്യത്തിൻ്റെ ഘടനയും മറ്റുമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാമെങ്കിലും ചർച്ചയ്ക്കിടയിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ മറ്റൊന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ചോദ്യങ്ങളെ സമീപിക്കുന്ന രീതിയിൽ വലിയ തോതിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 120 മാർക്കുണ്ട്, ചോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റാതെ വരും. അതൊരു സംശയം കൂടി. അപ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് എഴുതേണ്ട സമയത്തിന് യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. 2.5 മണിക്കൂറാണ് പരീക്ഷ സമയം. അപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഇവർക്ക് ഈ സമയപരിധിക്കുള്ളിൽ ഇത്രയും ചോദ്യങ്ങൾ എഴുതി തീർക്കാൻ സാധിക്കുമോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ആകെ പരമാവധി സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് 80 ആയിരിക്കെ 160ഓളം മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങളെ മുന്നിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഫോക്കസ് ഏരിയയെ മുൻനിർത്തി പഠിച്ചുകൊണ്ടുവരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പോലും പരമാവധി മാർക്കായ 80 മാർക്ക് വരെ സ്കോർ ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങളുടെ ബാഹുല്യം നമ്മളെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കൂൾ ഓഫ് സമയത്ത് തന്നെ ചോദ്യങ്ങളെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ഫോക്കസ് ഏരിയയിലുള്ളത് മുഴുവനായും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഫോക്കസ് ഏരിയയിലുള്ള ചോദ്യങ്ങൾ മാത്രം മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. അതിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ അറിയാവുന്നത് പരമാവധി ആദ്യം തന്നെ എഴുതി പൂർത്തീകരിക്കുക. മറക്കരുത്, എന്താണ് കൂൾ ഓഫ് സമയം 20 മിനിറ്റാണ്. പക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതുവാനായി നൽകിയിട്ടുള്ള ആകെ സമയത്തിൽ പഴയതിൽ നിന്നും ഒരു മാറ്റവുമില്ല. അത് 2.5 മണിക്കൂറായിട്ട് തന്നെ തുടരുകയാണ്. അപ്പോൾ ആ എഴുതുന്ന രീതിയിൽ കുറച്ചൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ പരമാവധി ക്വസ്റ്റ്യൻസ്, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുവാനും പരമാവധി മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം 1 മാർക്കിനുള്ള 8 ചോദ്യങ്ങളും 2 മാർക്കിനുള്ള 8 ചോദ്യങ്ങളും 3 മാർക്കിനുള്ള 13ഓളം ചോദ്യങ്ങളും 4 മാർക്കിൻ്റെ 4 ചോദ്യങ്ങളും 5 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളും അവസാനമായിട്ട് 8 മാർക്കിൻ്റെ 7 ചോദ്യങ്ങളും ഉൾപ്പെടെ ആണ് ഈ 120 മാർക്ക് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1 മാർക്കിനുള്ള ഒരു ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. അതിന് ഏറെ സമയമെടുക്കുക. ഒരു വാക്യം തന്നെ വേണ്ട, ഒരു വാക്ക് മാത്രം എഴുതിയാൽ മാത്രം മതിയാകും 1 മാർക്കിന്.
പക്ഷേ നമ്മളുടെ സമീപനം 2 മാർക്കിലേക്കും പോകുമ്പോൾ 2 മാർക്കിന് 2 പോയിന്റ് എങ്കിലും എഴുതണം. 2 വാക്ക് അല്ലെങ്കിൽ 2 വാക്യം, അത് മാത്രം എഴുതുക. ക്വസ്റ്റ്യൻ ഉത്തരം എഴുതുക, അടുത്തതിലേക്ക് കടക്കുക. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ 8 മാർക്കും രണ്ടാമത്തെ 2 മാർക്കിൻ്റെ വീതമുള്ള 8 മാർക്കിൻ്റെയും സമീപനം ഇങ്ങനെയായിരിക്കണം. ഒരു കാരണവശാലും സമയം അതിനെ കളയുവാൻ പാടില്ല. മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് പോകും. മൂന്നാമത്തെ കാറ്റഗറിയിൽ എന്താണ്? 3 മാർക്കിൻ്റെ 13ഓളം ചോദ്യങ്ങളുണ്ട്. ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ 3 മാർക്കിനാണ് ഒരു ചോദ്യമെങ്കിൽ കുറഞ്ഞ പക്ഷം 6 പോയിന്റെങ്കിലും നിങ്ങൾ എഴുതുവാൻ ശ്രദ്ധിക്കണം. 6 പോയിന്റ് എഴുതാൻ ഒരു പുറത്തിൻ്റെ പകുതിയോളം മതിയാവും. അതായത് ഒരു പോയിന്റിന് 1/2 മാർക്ക് കിട്ടുന്ന രീതിയിലാണ്. ഒരു പോയിന്റ് 1/2 മാർക്ക്. അതായത് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 പോയിന്റെങ്കിലും എഴുതത്തക്ക രീതിയിൽ അന്തർലീനമായി ആ ചോദ്യത്തിലുണ്ടാവും എന്ന് നിങ്ങൾ ധരിക്കുക. 6-ലധികം പോയിന്റുകൾ ഉണ്ടെങ്കിൽ എഴുതിക്കൊള്ളു, കുഴപ്പമില്ല. പക്ഷെ കുറഞ്ഞ പക്ഷം 3 മാർക്കിന്റെ ചോദ്യത്തിന് 6 പോയിന്റ്, ഇരട്ടിയോളം പോയിന്റ്സ് കവർ ചെയ്യുക. ഇതേ സമീപനം തന്നെ വേണം നമ്മൾ 4 മാർക്കിന്റെ ചോദ്യത്തിൽ. 4 മാർക്കിന്റെ 4 ചോദ്യമുണ്ട്. 4 മാർക്കിന്റെ ചോദ്യം വിശദമായി എഴുതാനുള്ളതാണ്. അപ്പൊ അത് നമ്മുടെ സമീപനം എങ്ങനെ വേണം? 4 മാർക്കിനുള്ളത് പോയിന്റ് കണക്കിൽ നമ്മൾ പറയുന്ന ഒരു സമീപനം വെച്ച് 8 പോയിന്റ് എഴുതണം. അപ്പൊ അതിനർത്ഥം 10ഓളം സെന്റൻസ് അല്ലെങ്കിൽ 12ഓളം സെന്റൻസിൽ 10 പോയിന്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പുറത്തിൽ എഴുതാൻ ശ്രമിക്കുക. 4 മാർക്കിന്റെ 5 മാർക്കിന്റെ ക്വസ്റ്റിനും ഇതേ രൂപത്തിൽ തന്നെ 10 അതിലധികം അല്ലെങ്കിൽ 10 മുതൽ 12 പോയിന്റ് വരെ എഴുതി പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എസ് എഴുതുമ്പോൾ 8 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 16 പോയിന്റോ 20 പോയിന്റോ വരെ ഉണ്ടാകും. അപ്പൊ 16 മുതൽ 20 പോയിന്റ് വരെ എഴുതുക എന്ന് പറഞ്ഞാൽ 2 പുറം എഴുതാനായിട്ട് വരും. അപ്പൊ 2 പുറം എഴുതിയില്ലെങ്കിലും നിങ്ങൾ പുറത്തിന്റെ എണ്ണത്തിനപ്പുറം മനസ്സിലാക്കുക, കൂടുതൽ എഴുതി കൂടുതൽ സമയം പാഴാക്കുക. മറിച്ച് കൃത്യമായ ബുള്ളറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചിത്രങ്ങൾ പോലുള്ള ഐക്കൺസ് ഉപയോഗിച്ചോ ഒക്കെ ആ പോയിന്റ് മാത്രം എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാല്യുവേ ചെയ്യുന്ന അധ്യാപകരെ സംബന്ധിച്ചുള്ള അതാണ് പ്രധാനം. ആ പോയിന്റ്സിലാണ് മാർക്ക്. എഴുതി എസ് എ എന്ന് പറയുന്നത് എഴുതി ദീർഘമായിട്ട് സുദീർഘമായി എഴുതുന്നതിന് കാര്യമില്ല. മറ്റൊന്ന് സാറേ, എനിക്ക് അറിയാനുള്ളത് നമ്മുടെ ഈ സമയക്രമീകരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഈ വർഷം, കഴിഞ്ഞ വർഷം ഈ മോഡ്യൂൾ സെപ്പറേറ്റ് ആയിരുന്നു, ഈ വർഷം മോഡ്യൂൾ ഇല്ല. അപ്പോൾ അത് എങ്ങനെയായിരിക്കും കുട്ടിയെ ബാധിക്കുക? നമ്മൾ കഴിഞ്ഞ വർഷം വരെ പരീക്ഷ ചെയ്തപ്പോൾ അറിയാം, നമ്മൾ പാർട്ട് എ ആൻഡ് പാർട്ട് ബി ഉണ്ടായിരുന്നു. പാർട്ട് എ മൊഡ്യൂൾ, ഫസ്റ്റ് മൊഡ്യൂളും പാർട്ട് ബി സെക്കൻഡ് മൊഡ്യൂളും എന്ന രീതിയിൽ. അപ്പോൾ 2 മൊഡ്യൂളിലും 18 വീതം ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ മൊഡ്യൂളിന് കൂൾ ഓഫ് ടൈം 10 മിനിറ്റും കൊടുത്തു. രണ്ടാമത്തെ മൊഡ്യൂളിന് കൂൾ ഓഫ് ടൈം 10 മിനിറ്റ്, ആകെ 20 മിനിറ്റ്. ഇപ്പോഴും കൂൾ ഓഫ് ടൈം 20 മിനിറ്റ് തന്നെയാണ്. പക്ഷേ ഈ പാർട്ട് എ പാർട്ട് ബി എന്ന സെപ്പറേഷൻ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ല. നേരെ മറിച്ച് 1 മുതൽ 45 വരെ കണ്ടിന്യൂസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ക്രമീകരിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറെ കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്പഷ്ടമായെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഈ ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും ഫോക്കസ് ഏരിയയിലെയും നോൺ ഫോക്കസ് ഏരിയയിലെയും ചോദ്യം ചോദിക്കുന്ന രീതി, നമ്മൾ ഏത് രീതിയിൽ വേണം ഓരോ ക്വസ്റ്റിനെയും സമീപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു പവർ പോയിന്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്കൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. 2ാം വർഷ അക്വാകൾച്ചർ കോഴ്സിൻ്റെ ഈ വർഷത്തെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിനെ സമീപിക്കേണ്ട രീതിയും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഘടനയൊന്ന് പരിശോധിക്കാം. 6 കാറ്റഗറികളിലായിട്ടാണ്, 6 കാറ്റഗറി ചോദ്യങ്ങളാണ് നമുക്ക് ആകെ ലഭ്യമായിട്ടുള്ളത്. അതിൽ ഒറ്റവാക്കിൽ ഉത്തരം എഴുതേണ്ടവയുണ്ട്, 1-2 വാക്യങ്ങളിൽ ഉത്തരം എഴുതേണ്ടവയുണ്ട്, ചുരുക്കി ഉത്തരം എഴുതേണ്ടവയും പിന്നീട് വിശദമായി ഉത്തരം എഴുതേണ്ടവയും ഉണ്ട്. ഇനി ഓരോന്നായി നമുക്കൊന്ന് പരിശോധിക്കാം. ഒറ്റവാക്കിൽ ഉത്തരം എഴുതേണ്ടവ 8 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യത്തിനും 1 സ്കോർ വീതം. അങ്ങനെ 8 × 1 ആകെ 8 സ്കോർ. 1-2 വാക്യങ്ങളിൽ ഉത്തരം എഴുതേണ്ട 8 ചോദ്യങ്ങളുണ്ട്. ഓരോന്നിനും 2 സ്കോർ വീതം. അങ്ങനെ 2 × 8 ആകെ 16 സ്കോർ. ചുരുക്കി എഴുതേണ്ട ചോദ്യങ്ങൾ 13 എണ്ണമുണ്ട്. ഓരോ ചോദ്യത്തിനും 3 സ്കോർ വീതം. അങ്ങനെ 3 × 13 ആകെ 39 സ്കോർ. ഇനി വിശദമായി എഴുതേണ്ട ചോദ്യങ്ങളാണ്. അവ 3 കാറ്റഗറികളിലായുണ്ട്. 4 ചോദ്യങ്ങൾ 4 സ്കോർ വീതം, 5 ചോദ്യങ്ങൾ 5 സ്കോർ വീതം, 7 ചോദ്യങ്ങൾ 8 സ്കോർ വീതം. അപ്പോൾ 4ാമത്തെ കാറ്റഗറിയിലെ വിശദമായി എഴുതേണ്ട ചോദ്യത്തിന്
4 ചോദ്യങ്ങൾ 4 സ്കോർ വീതം, അങ്ങനെ 4 4 ആകെ 16 സ്കോർ. വിശദമായി എഴുതേണ്ട രണ്ടാമത്തെ കാറ്റഗറിയിൽ 5 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യത്തിനും 5 സ്കോർ വീതം, അങ്ങനെ 5 × 5 ആകെ 25 സ്കോർ. വിശദമായി എഴുതേണ്ട ലാസ്റ്റ് ചോദ്യങ്ങൾ 7 ചോദ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടാവും. ഓരോ ചോദ്യത്തിനും 8 സ്കോർ വീതം, അങ്ങനെ 8 × 7 ആകെ 56 സ്കോർ. അപ്പോൾ ആകെ ചോദ്യങ്ങൾ 45 എണ്ണവും ആകെ സ്കോർ 160 എണ്ണം. മറ്റൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ആകെയുള്ള 45 ചോദ്യങ്ങളിലായി നൽകപ്പെട്ടിട്ടുള്ള 160 സ്കോറിൽ ഫോക്കസ് ഏരിയയെ പ്രതിനിധീകരിച്ച് 120 മാർക്കിനോളം, ചെറിയ ഏറ്റക്കുറച്ചിൽ വന്നാലും 120 മാർക്കിനോളം ചോദ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടാവും. നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും സമാനമായ രീതിയിൽ 40ഓളം മാർക്കിന്, അതിലും ചെറിയ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാം, 40 മാർക്ക്, അങ്ങനെ ആകെ 120. പക്ഷേ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആകെയുള്ള മാർക്ക്, പരമാവധി സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് 80 ആണ്. പക്ഷേ 120 മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടാവും. നിങ്ങൾ 80 മാർക്കിനുള്ള ചോദ്യങ്ങൾക്കപ്പുറം കൂടുതലായി ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി മാർക്ക് എന്ന് പറയുന്നത് 80 തന്നെ ആയിരിക്കും. ഇനി ഫോക്കസ് ഏരിയ ഒന്ന് പരിശോധിക്കാം. നമ്മൾ പറഞ്ഞു ആകെ 160 മാർക്കിൽ 120 മാർക്കിനോളം ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമായിരിക്കും ചോദിക്കുക. അപ്പോൾ അത് 3ഉം 4ഉം മോഡ്യൂളുകളിൽ ഏതൊക്കെ അധ്യായങ്ങളാണെന്ന് പരിശോധിക്കാം. മൂന്നാമത്തെ മോഡ്യൂളിൽ 1ഉം 2ഉം 3ഉം 4ഉം അധ്യായങ്ങൾ, അതായത് ഇൻട്രൊഡക്ഷൻ ടു റിപ്രൊഡക്ഷൻ ഇൻ ഫിൻഫിഷസ് ആൻഡ് ഷെൽഫിഷസ്, സീഡ് പ്രൊഡക്ഷൻ ഓഫ് കാർപ്സ്, സീഡ് പ്രൊഡക്ഷൻ ഓഫ് തിലാപ്പിയ, സീഡ് പ്രൊഡക്ഷൻ ഓഫ് പേൾ സ്പോട്ട് എന്നിങ്ങനെയാണ്. നാലാമത്തെ മോഡ്യൂളിലേക്ക് വരുമ്പോൾ 3, 4, 5, 6 എന്നീ അധ്യായങ്ങളാണ്. അതായത് അക്വേറിയം എക്യുപ്മെൻറ്റ്സ് ആൻഡ് അക്സസറീസ്, മേക്കിംഗ് ഓഫ് ആൻ അക്വേറിയം ടാങ്ക്, അസംബ്ലിംഗ് ആൻ അക്വേറിയം, അക്വേറിയം മാനേജ്മെൻറ്റ് എന്നിവയാണ് ആ അധ്യായങ്ങൾ. ഒന്നാമത്തെ അധ്യായത്തിൽ ഫോക്കസ് ഏരിയയായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ള അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നാച്ചുറൽ റിപ്രൊഡക്ഷൻ ഇൻ ഫിൻഫിഷസ് ആൻഡ് ഷെൽഫിഷസ്. ഇത് ഷോർട്ട് ആൻസർ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിനകത്ത് ഉള്ള ഓരോ ഫാക്ടേഴ്സും പ്രത്യേകം തന്നെ പഠിക്കണം. പിന്നെ ഫിസിയോളജി ഓഫ് റിപ്രൊഡക്ഷൻ, അതായത് പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട ജീവൽ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളാണ് അതിനകത്ത് വരിക. സെക്ഷൽ ഡൈമോർഫിസം ആൻഡ് ഹെർമോഫ്രൊഡൈറ്റിസം, നിങ്ങൾക്കറിയാം എസിൻക്രണസ് ഹെർമോഫ്രൊഡൈറ്റിസം, സിൻക്രണസ് ഹെർമോഫ്രൊഡൈറ്റിസം, പ്രോട്ടാൻഡ്രസ് ഹെർമോഫ്രൊഡൈറ്റിസം, പ്രോട്ടോഗൈനസ് ഹെർമോഫ്രൊഡൈറ്റിസം. ഈ 4 പ്രതിഭാസങ്ങളും പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. ഇത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ ചോദിക്കാം. അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ 4 or 5 മാർക്കിൻ്റെ വരെ വിശദമായി എഴുതാനുള്ള ചോദ്യങ്ങൾക്കും ഈ വിഷയത്തിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നീട് ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ്, എന്താണ് പ്രേരിത പ്രജനനം എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ ആ ലെവലിൽ മാത്രമേ ഉള്ളൂ. ഇനിയുള്ള അധ്യായങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ഫിഷ് ജെനറ്റിക്സും സെലക്റ്റീവ് ബ്രീഡിങ്ങും, അതായത് മത്സ്യങ്ങളുടെ പ്രത്യേക സ്വഭാവ സവിശേഷതകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സെലക്റ്റീവ് ബ്രീഡിങ്ങും ക്രോസ് ബ്രീഡിങ്ങും ഒക്കെയാണ് ആ ഭാഗത്ത് വരിക. പിന്നെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ റിപ്രൊഡക്ഷൻ. അടുത്ത അധ്യായം സീഡ് പ്രൊഡക്ഷൻ ഓഫ് കാർപ്സ്. ഒരുപക്ഷെ 3ാമത്തെയും 4ാമത്തെയും മോഡ്യൂളുകളിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള അധ്യായമാണിത്. അതുപോലെ തന്നെ ക്ലാസ് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുക്കുന്ന ഒരു അധ്യായം കൂടാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും ഈ അധ്യായത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. കൊമേഴ്ഷ്യൽ കാർപ്പ് സ്പീഷീസ് ആൻഡ് ഇറ്റ്സ് സെക്ഷൽ ഡൈമോർഫിസം, അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന കാർപ്പ് മത്സ്യങ്ങൾ, അവയുടെ ഓരോന്നിൻ്റെയും ആൺ പെൺ മത്സ്യങ്ങളിലെ സ്വഭാവ വ്യത്യാസങ്ങൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എസ്സേ ആയിട്ടും ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കാം. ഇനി നമുക്ക് നാച്ചുറൽ കളക്ഷൻ ഓഫ് കാർപ്പ് സീഡ്സ്, അതായത് നമുക്കറിയാം കാർപ്പ് മത്സ്യങ്ങളെ നോർത്ത് ഇന്ത്യൻ നദികളിൽ നിന്നും നാച്ചുറലായിട്ട് വൈൽഡിൽ നിന്നും കളക്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് ആൻഡ് ലാർവൽ, കാർപ്പ് മത്സ്യങ്ങളുടെ ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ്, അതായത് പ്രേരിത പ്രജനനവും ലാർവകളുടെ പരിപാലനവും. പിന്നെ വരുന്നത് എന്താണ്, മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഫോർ ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ്. നിരവധിയായ ഉപകരണങ്ങൾ നമ്മൾ ഈ പ്രേരിത പ്രജനനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം സിറിഞ്ച്, കത്തീറ്റർ, ഹോമോജനൈസർ, ഇങ്ങനെയുള്ള ഓരോ ഉപകരണങ്ങളെയും കുറിച്ച് പഠിച്ചിരിക്കണം. കാരണം ഓരോന്നും ഷോർട്ട് ആൻസറിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ഒക്കെ ചുരുക്കി എഴുതാനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഘട്ടം ഹാച്ചറി സിസ്റ്റംസ്. അത്
ഹാപ്പ സിസ്റ്റം, ചൈനീസ് ഹാച്ചറി സിസ്റ്റം, ജാർ ഹാച്ചറി സിസ്റ്റം. ഈ മൂന്നിൻ്റെയും ഉപയോഗങ്ങൾ, ഘടന തുടങ്ങിയവ വിശദമാക്കുന്ന രീതിയിലുള്ള ഓരോന്നിനും പ്രത്യേകം എസ് ഐക്കും സാധ്യതയുണ്ട്, ഓരോന്നിനും പ്രത്യേകം ഷോർട്ട് ആൻസറിനും സാധ്യതയുണ്ട്. ഇനി സീഡ് പ്രൊഡക്ഷൻ ഓഫ് തിലാപ്പിയ അഥവാ ഗിഫ്റ്റ്. ഇതിനകത്ത് സാധാരണ പോലെ സെക്ഷൽ ഡൈമോർഫിസം ഇമ്പോർട്ടൻ്റ് ആണ്. തിലാപ്പിയയിലെ സെക്ഷൽ ഡൈമോർഫിസം ആ ക്യാരക്ടേഴ്സ് അപ്പാടെ എഴുതണം, ഷോർട്ട് ആൻസർ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഇൻഡ്യൂസ് ബ്രീഡിംഗ് ആൻഡ് സെലക്റ്റീവ് ബ്രീഡിംഗ് ഇൻ തിലാപ്പിയ. തിലാപ്പിയയിലെ ബ്രീഡിങ്ങും പ്രജനനവും വിത്തുൽപാദനവും ഷോർട്ട് ആൻസർ ചോദിക്കാം, എസ് ഐയും ചോദിക്കാം. പിന്നെ ഹോർമോണൽ സെക്സ് റിവേഴ്സൽ ഇൻ തിലാപ്പിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? 17 ആൽഫ മീഥൈൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന സ്റ്റീറോയിഡ് ഹോർമോൺ തീറ്റയിലൂടെ നൽകി കുഞ്ഞ് തിലാപ്പിയ അഥവാ തിലാപ്പിയ കുഞ്ഞുങ്ങളെ എല്ലാം ആൺ തിലാപ്പിയ കുഞ്ഞുങ്ങളാക്കി മാറ്റുന്ന ആ പ്രക്രിയയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് നിരവധിയായിട്ട് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് വരുന്നതാണിത്. പിന്നെ സാധാരണ പോലെ തന്നെ തിലാപ്പിയുടെ റെയറിങ് അഥവാ പരിപാലനത്തിൽ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പാരാമീറ്റേഴ്സ് ശ്രദ്ധിക്കാനുള്ളതാണ്. അത് ഷോർട്ട് ആൻസറോ വൺ വേർഡോ ഒക്കെ ആയിട്ട് ചോദിക്കാം. സീഡ് പ്രൊഡക്ഷൻ ഓഫ് പേൾ സ്പോട്ട്, അതായത് കരിമീനിലെ വിത്തുൽപാദനം. സാധാരണ പോലെ സെക്ഷൽ ഡൈമോർഫിസം എന്താണ്? കരിമീനിലെ ആൺപെൺ മത്സ്യങ്ങളിലെ ബാഹ്യമായ സ്വഭാവ സവിശേഷതകളുള്ള വ്യത്യാസം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം ഉണ്ടാവും. അതുപോലെ നമുക്ക് ബ്രീഡിങ് ഇൻ ക്യാപ്റ്റിവിറ്റി, കോൺക്രീറ്റ് ടാങ്കുകളിലോ അല്ലെങ്കിൽ സാധാരണ ഹാച്ചറിക്കുള്ളിലായി തയ്യാറാക്കപ്പെടുന്ന കൃത്രിമ ടാങ്കുകളിലെ പ്രജനനം. നമുക്കറിയാം, ടാങ്കുകൾക്കുള്ളിൽ മണലൊക്കെ നിറച്ച് ജലം നിറച്ച് പ്ലവങ്ങളൊക്കെ വന്നതിന് ശേഷം ബ്രൂഡേഴ്സിനെ നിക്ഷേപിച്ച് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന രീതി. മറ്റൊന്ന് നാച്ചുറൽ പോൺസിൽ, അതായത് സ്വാഭാവികമായിട്ടുള്ള കുളങ്ങളിൽ തന്നെ ബ്രൂഡേഴ്സിനെ ഒരു നിശ്ചിതാനുപാതത്തിൽ നിക്ഷേപിക്കുകയും അവ സ്വാഭാവികമായിട്ട് സാധാരണ കുളങ്ങളിൽ നടത്തുന്ന പോലെ പ്രജനനം നടത്തുകയും പിന്നീട് മത്സ്യക്കുഞ്ഞുങ്ങളെ, കരിമീൻ കുഞ്ഞുങ്ങളെ ശേഖരിക്കുന്ന രീതി. ഇത് രണ്ടും കമ്പാരിസൺ ചോദിക്കാം, രണ്ടും കൂടെ ചേർത്ത് എസ് എ ചോദിക്കാം, രണ്ടും പ്രത്യേകം ഷോർട്ട് ആൻസറും ചോദിക്കാം. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പിന്നെ ബയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് വാട്ടർ ഇൻ ലാർവൽ റെയറിങ് അതും അറിഞ്ഞിരിക്കണം. നമ്മളിനി 4ാമത്തെ മോഡ്യൂളിലേക്ക് പോകുന്നു. 4ാമത്തെ മോഡ്യൂളിലെ 3, 4, 5, 6 അധ്യായങ്ങളാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തത് അക്വേറിയം എക്വിപ്മെൻറ്റ്സ് ആൻഡ് ആക്സസറീസ്. എന്താണ്? അക്വേറിയത്തിനുള്ളിലും പുറത്തുമായിട്ട് ഉപയോഗിക്കുന്ന അനുബന്ധ ഉപകരണങ്ങളും സജ്ജീകരണങ്ങളുമാണ്. അത് നിങ്ങൾക്കറിയാം, എയറേറ്റർ, ഹീറ്റർ, ഇലുമിനേറ്റിംഗ് ലാംപ്സ്, സാൻഡ് ഫിൽറ്റർ ബെഡ്, ബയോഫിൽറ്റർ, സബ്മേഴ്സിബിൾ പമ്പ്, ഫിൽറ്റർ, ഡ്രിഫ്റ്റ് വുഡ്, റോക്ക് ആൻഡ് പെബിൾസ്. അപ്പം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായാലും ശരി മറ്റ് വസ്തുക്കളായാലും ശരി ഓരോന്നിനെയും കുറിച്ചും പഠിച്ചിരിക്കാം. കാരണം ഉദാഹരണത്തിന് ഒരു ഷോർട്ട് ആൻസർ ചോദിച്ചിട്ട് ഏതെങ്കിലും 2 3 എണ്ണം ഈ അനുബന്ധ ഉപകരണങ്ങൾ വെച്ചിട്ട് ഉപയോഗം എഴുതാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെയും ഉത്തരം ചോദിക്കാം. അനുബന്ധ ഉപകരണങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഒരു എസ്സേയും ചോദിക്കാം, അതിനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്യണം. ഫോക്കസ് ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അടുത്തത് അതിലേറെ പ്രാധാന്യം അറിയിക്കുന്ന പ്രിൻസിപ്പിൾ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ബയോഫിൽറ്റർ. ബയോഫിൽറ്ററിൻ്റെ അതിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലുള്ള ശാസ്ത്രതത്വം, അത് പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നുള്ളത്. ഇത് രണ്ടും എസ്സേ ആയിട്ടും ചോദിക്കാം. തത്വവും പ്രവർത്തന രീതിയും ഘടനയും പ്രത്യേകം ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിക്കണം. ശ്രദ്ധിക്കുക, പ്രവർത്തന രീതി ചോദിക്കുമ്പോൾ ഓരോ ഘടനയിൽ ഓരോ ഘടകങ്ങളും വിശദമായി പ്രതിപാദിക്കണം. ഇതിൽ ബാക്ടീരിയകൾ, അതായത് നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ബാക്ടീരിയകൾ, നൈട്രോസോമോണസും നൈട്രോബാക്ടറും എങ്ങനെ ജലത്തെ ശുദ്ധീകരിക്കുന്നെന്നും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി, അല്ലേ, കണ്ണാടിച്ചില്ല് പോലെ തന്നെ ജലത്തെ ശുദ്ധീകരിച്ചെടുക്കുന്നത് ആ മണലിലൂടെ ഈ പെർക്കുലേഷൻ പ്രക്രിയയിലൂടെ പൊടിപടലങ്ങളും മറ്റും ട്രാപ്പ് ചെയ്ത് ജലം ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ വിശദമായി നിങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. എസ് ഐക്കും ഷോർട്ട് ആൻസറും പ്രത്യേകം കൂട്ടിച്ചേർത്തും ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് മേക്കിംഗ് ഓഫ് ആൻ അക്വേറിയം ടാങ്ക്. നിങ്ങൾക്കറിയാം, എസ് ഐ ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? 5 ഗ്ലാസ് പീസുകൾ കട്ട് ചെയ്തെടുത്ത് സിലിക്കോൺ ജെല്ലും ഗണ്ണും ഒക്കെ ഉപയോഗിച്ച് അക്വേറിയം ടാങ്ക് നിർമ്മിച്ചെടുക്കുന്ന രീതി. മറ്റൊന്ന് ഗ്ലാസ് ടാങ്ക് മേക്കിംഗ് ടൂൾസ്. നിങ്ങൾക്കറിയാം, ഗ്ലാസ് പീസുകളുണ്ട്, ഗണ്ണുണ്ട്, സിലിക്കോൺ ജെല്ലുണ്ട്, പിന്നെ സെല്ലോഫിൻ ടേപ്പുണ്ട്, ബോട്ടത്തിൽ വെക്കാനായിട്ടുള്ള തെർമോക്കോള്, ഇതെല്ലാം ഓരോന്നോരോന്ന് വിശദീകരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഷോർട്ട് ആൻസറായിട്ട് എടുത്തെഴുതത്തക്ക രീതിയിലോ ഒക്കെ ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ ഗ്ലാസ് ടാങ്ക് നിർമ്മിക്കുന്ന വിധം, ആദ്യം ബേസായിട്ട് വെക്കുന്ന ഒരു ഗ്ലാസ് പീസ്, പിന്നെ വശങ്ങളിലെ ഒരു ഗ്ലാസ് പീസ്, പിന്നെ അതിനുശേഷം 2 സൈഡ് ഗ്ലാസ് പീസ്, പിന്നീട് അവസാനം ഫ്രണ്ടിലെ ഗ്ലാസ് പീസും ചേർത്ത് ജെല്ല് വെച്ചൊട്ടിക്കുന്ന ആ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിൽ ഇത് എഴുതുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. പിന്നെ അക്രലിക് ടാങ്കുകളെക്കുറിച്ചും ചോദിക്കാം.
അടുത്തത് അസംബ്ലിങ് ഓഫ് ആൻ അക്വേറിയം അല്ലേ. ഗ്ലാസ് ടാങ്കും മണലും മത്സ്യങ്ങളും ബയോഫിൽറ്ററും അനുബന്ധ ഉപകരണങ്ങളും ജലവും മത്സ്യവും എല്ലാം ലഭ്യമായി വന്നു കഴിഞ്ഞാൽ അതുപയോഗിച്ച് ഒരു അക്വേറിയം ടാങ്ക് സജ്ജീകരിച്ചെടുക്കുക, അസംബിൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടെയോ അല്ലാതെയോ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ നിങ്ങൾക്കിത് എഴുതി ഒരു എസ്സേക്കും സാധ്യതയുണ്ട്. അടുത്തത് അക്വേറിയം മാനേജ്മെൻറ്റ്. എന്താണ് അക്വേറിയം മാനേജ്മെൻറ്റിൽ? അക്വേറിയത്തിലെ ജലത്തിൻ്റെ ഗുണമേന്മ നിലനിർത്തുവാനായിട്ടുള്ള അക്വേറിയം വാട്ടർ ക്വാളിറ്റി മാനേജ്മെൻറ്റും വരും, തീറ്റ നൽകലും മറ്റ് ബന്ധപ്പെട്ടുള്ള ഫീഡ് മാനേജ്മെൻറ്റും വരും. പിന്നീട് വരുന്നത് ഇത് രണ്ടും പ്രത്യേകം ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് എങ്ങനെയാണ് ആരോഗ്യകരമായ ഒരു അക്വേറിയം എങ്ങനെ നിലനിർത്താം, അതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം. അപ്പോൾ അതെല്ലാം വരുന്നത് എന്താണ്? വാട്ടർ ക്വാളിറ്റി മാനേജ്മെൻറ്റും ഫീഡ് മാനേജ്മെൻറ്റും കൂടെ ചേർത്താണ് അതിനകത്ത് എഴുതേണ്ടി വരിക. മറ്റൊന്ന് യൂസേജ് ഓഫ് വാട്ടർ ടെസ്റ്റ് കിറ്റ്സ് ടു മെഷർ കെമിക്കൽ പാരാമീറ്റേഴ്സ് അല്ലേ. അതായത് ഡിസോൾഡ് ഓക്സിജൻ ആയാലും കാർബൺ ഡൈ ഓക്സൈഡും അമോണിയയും നൈട്രജനും ആൽക്കലിനിറ്റി ആസിഡിറ്റിയൊക്കെ കിറ്റുകൾ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഒരു റേഞ്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് 5 ppm, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെന്നുണ്ടെങ്കിൽ അമോണിയയുടെയും നൈട്രജൻ ഡൈ ഓക്സൈഡ്, നൈട്രൈറ്റ് ഇവയെല്ലാം ജലത്തിൽ അതിൻ്റെ പ്രാധാന്യം, ആൽക്കലിനിറ്റി, അസിഡിറ്റി. അപ്പോൾ എനിക്കിതൊന്ന് ഫോക്കസ് ഏരിയയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറഞ്ഞ പക്ഷം ഈ ഏരിയയെങ്കിലും കവർ ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പരമാവധി ഫുൾ മാർക്ക് വരെ വാങ്ങാനുള്ള ഏറ്റവും നല്ലൊരു അവസരം നിങ്ങൾക്കുണ്ട്. ഓക്കെ.